ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഫ്ലവറിൻ കേക്ക്സ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഇന്നൊരു മിനി വ്ളോഗ് കണ്ടാലോ? ഒരു 3 ടയർ വെഡ്ഡിംഗ് കേക്ക് എങ്ങനെയാണ് സ്റ്റാക്ക് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഡെലിവറി ചെയ്യുന്നത് പ്രോപ്പറായിട്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ? അപ്പോൾ 3 ടയർ വെഡ്ഡിംഗ് കേക്കാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ 3 ടയേഴ്സും ഞാൻ നന്നായിട്ട് ഫിനിഷ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടം ടയർ നോക്കാം. ബോട്ടം ടയർ ഞാൻ ചെയ്തിരിക്കുന്നത് 10 ഇഞ്ച് ഡമ്മിയലാണ്. അതിൻ്റെ ബേസ് ഞാൻ എടുത്തിരിക്കുന്നത് 14 ഇഞ്ചാണ്. ആൻഡ് ദെൻ സെക്കൻഡ് ടയർ 8 ഇഞ്ച് ഡമ്മിയാണ്. ഈ ഒരു കേക്കിൽ ടോപ്പ് ടയർ മാത്രമാണ് കേക്ക് വരുന്നത്. കേക്ക് ഏകദേശം 2 kg വെയിറ്റിൽ വരുന്ന കേക്കാണ്. കേക്ക് ഞാൻ 6 ഇഞ്ച് പാനിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതെങ്ങനെയാണ് സ്റ്റാക്ക് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ബോട്ടം ടയർ എടുക്കാം. ബോട്ടം ടയറിൽ 10 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടോപ്പിലേക്കാണ് നമ്മൾ 8 ഇഞ്ചിൻ്റെ ഡമ്മി എടുത്ത് വെക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് എങ്ങനെയാണ് സെൻറ്ററിൽ വെക്കുന്നതെന്ന് അറിയാനായിട്ട് ഇതേപോലെ ഒരു പാൻ, 8 ഇഞ്ചിൻ്റെ തന്നെ ഒരു പാൻ എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു മാർക്കിംഗ് അനുസരിച്ച് കറക്റ്റായിട്ട് സ്റ്റാക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അതല്ല എങ്കിൽ എനിക്ക് പ്രോപ്പറായിട്ട് നമ്മൾ വച്ച് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നേരെ എടുത്ത് വയ്ക്കാം. ഇപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ മാർക്ക് ചെയ്യുന്നത് കാണിച്ചു തന്നത്. അപ്പോൾ ഇതേപോലെ എടുത്ത് സെക്കൻഡ് ടയർ എടുത്ത് വയ്ക്കാം, കറക്റ്റായിട്ട് വയ്ക്കുക. അതിനുശേഷം ഈ 2 ടയേഴ്സും നമ്മളൊന്ന് സ്റ്റാക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഡവലാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഡവൽ എടുത്തിട്ട് ടോപ്പിലൂടെ ജസ്റ്റ് ഒന്ന് നമ്മൾ അതിനകത്തേക്ക് ഒന്ന് ഇറക്കി കൊടുക്കുക. അപ്പോൾ ഈ 2 ടയേഴ്സും തമ്മിൽ നന്നായിട്ട് സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. മിക്ക ആളുകളുടെയും ഒരു പ്രോബ്ലമാണ് കേക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്ത് ചരിഞ്ഞു പോയി എന്നൊക്കെ. അപ്പോൾ കറക്റ്റായിട്ട് സ്റ്റാക്കിങ് റെഡിയാക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു ഇഷ്യൂ വരില്ല. ഇതിപ്പോൾ ഒറിജിനൽ കേക്ക് ആണെന്നുണ്ടെങ്കിൽ അടിയിൽ ആ 10 ഇഞ്ച് ടയർ ആദ്യം തന്നെ 4 ഡബിൾസ് കൊടുത്ത് സ്റ്റാക്ക് ചെയ്യുക. അതിനുശേഷം വേണം നമ്മൾ സെക്കൻഡ് ടയർ എടുത്ത് വെക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ ഡമ്മി ആയതുകൊണ്ടാണ് ഒരു ഡബൽ മാത്രം കൊടുത്തത്. ഇനി തേർഡ് ടയർ വയ്ക്കാനായിട്ട് ഇതേപോലെ തന്നെ നമ്മൾ ആ ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ ഒരു സെൻറ്റർ മാർക്ക് ചെയ്തു. അതിനുശേഷം ഇതുപോലെ 2 സ്ക്രേപ്പേഴ്സ് എടുത്തിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ ഇതിൽ നിന്നും ഈ കേക്ക് ഒന്ന് സ്റ്റാക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത്. എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള വേ ഇതാണ്. പലർക്കും പല രീതിയിലായിരിക്കും സ്റ്റാക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കേക്ക് അതിനകത്തേക്ക് എടുത്ത് വെക്കാനായിട്ട് പറ്റാറുണ്ട്. ഈ ഒരു കേക്ക് വരുന്നത് 2 kg വെയിറ്റിൽ വരുന്ന ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് ഇതിനകത്തേക്ക് എടുത്ത് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു 8 ഇഞ്ചിൻ്റെ ടോപ്പിലേക്ക് ഈ 6 ഇഞ്ചും കൂടി വെച്ചിട്ട് സെൻറ്ററിലൂടെ ഒരു വലിയ സ്ക്യൂർ ഇറക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്നോട് പലരും ചോദിക്കാറുണ്ട് ഏത് കട്ടറാണ് യൂസ് ചെയ്യണതെന്ന്. ഈ ഒരു കട്ടർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഡവൽസ് കട്ട് ചെയ്യുന്നതും ഫ്ലവേഴ്സൊക്കെ കട്ട് ചെയ്യുന്നതും. ഇത് ഞാൻ ഐക്കയിലെ ഷോറൂമിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കട്ടറാണ്. അപ്പോൾ നമ്മൾ 3 ടയറും സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഫ്ലവേഴ്സാണ് വയ്ക്കേണ്ടത്. ഫ്ലവേഴ്സ് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാനിവിടെ കേക്കിൽ യൂസ് ചെയ്തിരിക്കുന്ന കളേഴ്സ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. ഒരു ഓഫ് വൈറ്റും അതുപോലെ ലൈറ്റ് പീച്ച് കളറുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു കളറായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന ഫ്ലവേഴ്സാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഡാർക്ക് കളറായിട്ടുള്ള പീച്ച് ഫ്ലവേഴ്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. കേക്ക് എപ്പോഴും ലൈറ്റ് കളറാകുമ്പോൾ അതിൽ വെക്കുന്ന ഫ്ലവേഴ്സ് കുറച്ചും കൂടി ഡാർക്കായിരിക്കണം, ഒരുപാട് ഡാർക്കല്ല കേട്ടോ. അപ്പോൾ ഓരോ ടയേഴ്സിലും ഞാൻ 2 ഫ്ലവർ വെച്ചിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഒരുപാട് ഫ്ലവേഴ്സൊന്നും ഇങ്ങനെ വാരി വലിച്ചൊന്നും വെക്കുന്നില്ല. പിന്നെ ഫ്ലവേഴ്സിനേക്കാൾ കൂടുതൽ അതിൽ ഭംഗി നൽകുന്നത് അതിൻ്റെ കൂടെയുള്ള ചെറിയ ലീഫുകളൊക്കെയാണ്. അപ്പോൾ അത് കുറച്ച് സൈസൊക്കെ നോക്കിയിട്ട് വെച്ച് കൊടുക്കുക. എക്സസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ എനിക്ക് എല്ലാ കേക്കിലും ഉള്ളൊരു പ്രശ്നമാണ്, ഞാൻ എല്ലാ കേക്കും ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കത് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ ഞാൻ അതിൻ്റെ പാറ്റേൺ മൊത്തത്തിൽ മാറ്റാറുണ്ട്. അതേപോലെ തന്നെ ഈ കേക്കിലും ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ ഈ സെക്കൻഡ് ടയറിൽ വെച്ചിരിക്കുന്ന ഫ്ലവറും കൂടി വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്കതിനകത്ത് നെയിം ടോപ്പർ വെക്കാനുള്ള സ്പേസ് കുറച്ച് പോരാതെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ആ സെക്കൻഡ് ടയറിൽ വെച്ച ഫ്ലവേഴ്സ് കംപ്ലീറ്റ് മാറ്റി. അപ്പോൾ ആ ഫ്ലവർ വെച്ച ആ ഒരു പാടൊക്കെ മാറ്റാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് താഴെ നിന്ന് ടോപ്പിലേക്ക് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്കിൽ ആ ഒരു പാടും കാര്യങ്ങളൊന്നും കാണൂല കേട്ടോ. അപ്പോൾ അങ്ങനെ കേക്ക് നമ്മളിതേ ബോക്സിലാക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ എനിക്കത് ബോക്സിലാക്കി തന്നത്. ഇന്ന് ആൾക്ക് ഓഫ് ആയതുകൊണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ ഒരു ബോക്സ് വരുന്നത് 14 ഇഞ്ചാണ്, വലിയ ബോക്സാണ് കേട്ടോ. പിന്നെ ഈ ബോക്സിനേക്കാളും ഉയരത്തിലാണ് കേക്ക് നിൽക്കുന്നത്. പിന്നെ കേക്ക് നമ്മൾ ഇതുപോലെയാണ് ഡെലിവറി ചെയ്യുന്നത്. ഫ്രണ്ട് സീറ്റിൻ്റെയും ബാക്ക് സീറ്റിൻ്റെയും ആ ഒരു ഗ്യാപ്പിലാണ് കേക്ക്, ഫ്ലോറിലാണ് വെച്ച് കൊടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ഒട്ടും ടെൻഷൻ വേണ്ട കേട്ടോ. പിന്നെ കേക്കൊക്കെ നമ്മൾ കാറിലേ വെച്ചു, അങ്ങനെ അത് ഡെലിവറി ചെയ്യാനായിട്ട് പോവുകയാണ്. പതിവ് പോലെ തന്നെ നല്ല മഴയാണ്, അതുകൊണ്ട് തന്നെ ബ്ലോക്കും അത്യാവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കേക്ക് ഡെലിവറിക്ക് പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഈ കേക്കൊക്കെ ഡെലിവറി ചെയ്യുന്നത് ഞാൻ വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. കാരണം നമ്മൾ ഓരോ യാത്രയും എന്താ പറയുക, ആനന്ദകരമാക്കണം എന്നല്ലേ പറയാറ്.
അതുകൊണ്ട് തന്നെ ഇതുപോലെ കേക്കൊക്കെ ഡെലിവറി ചെയ്യാനൊക്കെ പോകുമ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം നമ്മൾ കാണാത്ത ഒരുപാട് സ്ഥലങ്ങൾ കാണാം. നമുക്കൊരു ട്രാവലിംഗ് ആണ്, പ്രത്യേകിച്ച് നമ്മുടെ പാർട്ട്ണറുടെ കൂടെ ആകുമ്പോൾ. പിന്നെ പതിവ് പോലെ തന്നെ റോട്ടിൽ നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. ഇത് ചാലക്കുടി മുരിങ്ങൂർ ആ ഭാഗമാണ്. നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അത്യാവശ്യം നല്ല ബ്ലോക്കുള്ള ഏരിയ ആണ്. മണിക്കൂറുകളോളമാണ് ഇവിടെ വണ്ടികൾ ബ്ലോക്കിൽ പെട്ട് കിടക്കുന്നത്. ഞങ്ങളുടെ പോകുന്ന സൈഡ് നല്ല ക്ലിയർ ആയിരുന്നു. പക്ഷെ എന്നാലും എനിക്കൊരു ടെൻഷൻ ഉണ്ടായത് തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ ഈ ബ്ലോക്കിൽ കിടക്കേണ്ടി വരുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ റോഡിൻ്റെ അവസ്ഥയൊക്കെ ഇതാണ് കേട്ടോ. സെൻറ്ററിലൊക്കെ ഫുള്ളും പണി നടക്കണോണ്ട് മൊത്തം ബ്ലോക്കായിരുന്നു. അങ്ങനെ നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ വെന്യൂവിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ നമ്മളോട് കുറച്ചധികം നേരത്തെയാണ് ടൈം പറഞ്ഞത്. കാരണം ഈ ഒരു ബ്ലോക്ക് പേടിച്ചിട്ട് അവർ കുറച്ചധികം സമയം മുന്നോട്ടിട്ടിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ എത്തിയിട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ അവിടെ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ഇവൻറ്റിൻ്റെ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗസ്റ്റ് ഒന്നും വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കേക്ക് കറക്റ്റായിട്ട് അവിടെ എത്തി. പിന്നെ ഞാൻ വളരെ റിലാക്സ് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ടാണ് ഞാൻ കേക്ക് എടുക്കുന്നത്. കാരണം ഈ ഒരു വെഡ്ഡിങ് കേക്ക് കഴിഞ്ഞിട്ട് എനിക്കൊരു ബാപ്റ്റിസം വർക്ക് ഉണ്ടായിരുന്നു. അത് ഓൾറെഡി ഞാൻ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്ത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അത് ക്ലയൻറ്റ് നമ്മുടെ വീട്ടിൽ വന്ന് എടുത്തുകൊണ്ട് വയ്ക്കുള്ളൂ. അപ്പോൾ അങ്ങനെ വെഡ്ഡിങ് കേക്ക് നമ്മൾ കാറിൽ നിന്ന് എടുത്ത് സ്റ്റേജിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് തന്നെ കേക്ക് അവിടെ ഒരു കുഴപ്പമില്ലാതെ ഡെലിവറി ചെയ്യാനായിട്ട് പറ്റി. ഇനി നമ്മൾക്ക് ആ കേക്കിൽ നേരത്തെ ഞാൻ മാറ്റി വെച്ചിരുന്ന ആ ഒരു ആക്രിലിക്കിൻ്റെ ടോപ്പർ അതിനകത്ത് വെച്ച് കൊടുക്കാനുണ്ട് കേട്ടോ. സ്റ്റേജൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവൻറ്റ്സ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി സ്റ്റേജൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതിനകത്തേക്ക് ആ ഒരു ടോപ്പർ വെച്ച് കൊടുക്കാനുണ്ട്. ടോപ്പർ ഞാൻ വീട്ടിൽ നിന്നും സാധാരണ ചില കേക്കുകളിലൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 1.5 അവേഴ്സ് ട്രാവലിംഗ് ഉള്ള ഒരു കേക്കാണ്. 1.5 മണിക്കൂറോളമായി നമ്മൾ ഈ കേക്ക് ഡെലിവറി ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം അത്രയും ടൈം ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ടോപ്പർ അതിനകത്ത് വയ്ക്കാതിരുന്നത്. വെന്യൂവിലെത്തിയതിന് ശേഷമാണ് ഞാൻ ഈ ടോപ്പർ വെക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ടോപ്പറൊക്കെ വെച്ച് കേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ മാറ്റിയ ഫ്ലവറാണ് ആ താഴെ വച്ചിരിക്കുന്നത്. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്കൊക്കെ ഇതാണ്. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ ഡെലിവറി ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോരാണ്. തിരിച്ചു പോന്നപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു. നമ്മൾ നേരത്തെ കണ്ട ആ ബ്ലോക്കിൽ ഞങ്ങളും പെട്ടു ഗൈസ്. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. ഏകദേശം 45 മിനിറ്റ്സോളം നമ്മൾ ഈ ബ്ലോക്കിൽ തന്നെ പെട്ട് കിടന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ചോക്ലേറ്റ്സും കുറച്ച് കഴിക്കാനൊക്കെ എടുത്തത് കൊണ്ട് അതൊക്കെ തിന്നും കുടിച്ച് ഞാൻ അങ്ങനെ കാറിലിരുന്നു. എല്ലാ ബ്ലോക്കും കണ്ട് വീഡിയോയൊക്കെ എടുത്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ആ ഒരു യാത്ര എൻജോയ് ചെയ്തു. പിന്നെ ആ ബ്ലോക്കിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് ഈ വക സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങിച്ച് കഴിച്ചു. അങ്ങനെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്